ഇക്ക 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 ഇക്കാക്ക് എന്നോട് വെറുപ്പാണോ? ഞാൻ എന്ത് തെറ്റാ ഇക്കയോട് ചെയ്തത്? ഇല്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്ക് എന്നോട് തെറ്റ് ചെയ്യാനാവില്ല. ഞാനാ നിന്നോട് തെറ്റ് ചെയ്തത്. ഉമ്മ, 2 ചായ മുകളിലേക്ക് കൊടുത്തു വിടുമ്മ. ഇക്ക എഴുന്നേക്ക. ഇക്ക എഴുന്നേക്ക്. അതെ ലൈല, ഈ സഫി ആളെങ്ങനെയായിരുന്നു? കേറി കൃത്യമായിരുന്നു. ഇവിടുത്തെ പണിയൊക്കെ ആരാ ചെയ്യാറുണ്ടായിരുന്നേ? ഞമ്മള്. അപ്പോ സഫിയൊന്നും ചെയ്യില്ലായിരുന്നോ? അല്ലോ, അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും എന്നെ സഹായിക്കുമായിരുന്നു. ഒരുപാട് പണികൾ ഒറ്റയ്ക്ക് എന്നെ ചെയ്യും. ആണോ? പിന്നെ പിന്നെ ഏയ് ഒന്നുമില്ല. റഫീഖക്കായി അവളും തമ്മിൽ എങ്ങനെയായിരുന്നു? അവര് തമ്മിൽ എന്ത് സ്നേഹമായിരുന്നെന്നോ. ഓ, സഫിയ തന്നെയായിരുന്നോ ഭക്ഷണം കൊടുത്തിരുന്നേ? അതെ, എപ്പോഴും അങ്ങനെയായിരുന്നു. ഓ, ഇത്ത കൊടുത്ത ഒന്നും കഴിക്കില്ല അല്ലേ? നിർത്തടി, നീ ആരടി എന്റെ കാര്യം നോക്കേ. ഇക്ക എന്നാലും നബീസു, ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി. ഓളോട് ശരിക്കും മിണ്ടണില്ല, ഓള് കൊടുക്കണ ഭക്ഷണം കഴിക്കണില്ല, ഓളുടെ കൂടെ കിടക്കണില്ല. ഇതൊക്കെ സഹിക്കാൻ തന്തയ്ക്കും തള്ളയ്ക്കും പറ്റണില്ല. അപ്പൊ പിന്നെ ഓൾക്ക് പറ്റുമോ? ഒരു കൊച്ചുകുട്ടിയല്ലേ ഓള്. ഇക്കയോട് എന്താ പറയണ്ടെന്ന് എനിക്കറിയണില്ല. സത്യം പറഞ്ഞ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോവാ. ഒക്കെ ശരിയാവും ഇക്ക. അല്ലാണ്ട് എത്ര കാലമെന്ന് വെച്ചിട്ടാ ഓൻ അങ്ങനെ ജീവിക്കുക? ശരിയാവുന്നുള്ള പ്രതീക്ഷ തന്നെ എല്ലാവർക്കും. എന്താന്ന് വെച്ചാ അള്ളാഹ് തീരുമാനിക്കട്ടെ. അങ്ങനെ അള്ളാഹ്ക്ക് മാത്രം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അറക്കലെ നബീസുമ്മ. കുറച്ചുകൂടി ക്ഷമിക്കും ഞാൻ. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എടാ, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ? അത് തന്നെയല്ലേ ഞാൻ. അതെങ്ങനെ? അത് പറഞ്ഞ നടക്കൂല. ആ സുഗുണേട്ടാ, എപ്പന്ന് പറഞ്ഞ പോലെ ആണല്ലോടാ ഞാൻ വന്നാ എപ്പോഴും നിങ്ങൾ പണിയൊന്നും അല്ല മുല്ലാക്ക. ജുബൈദിന്റെ കവട്ടാര് ശരിക്കും പെരുമാറി കേട്ടല്ല. പിന്നെ ദീപത്ത് പിടിക്കാനെ കൊണ്ട് നമ്മള് വരാൻ മയ്യത്താകാൻ വെറുതെ മനുഷ്യനെ
പിന്നെ അവന്മാരൊരു തെറ്റി നമ്മൾ വിവരമുള്ളവർ വേണ്ട ക്ഷമിക്കാൻ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടു പോകും. അതിൽ വിഷമിച്ചിട്ട് അല്ല സുഗുണേട്ടാ, ഇപ്പൊ സുഗുണേട്ട സമാധാനായല്ലോ. അറക്കൽ റഫീഖിന്റെ നിക്കാഹ് കഴിഞ്ഞ് പോയിട്ട് അതെന്റെ പൊന്നു മക്കളെ, നമ്മൾ അറക്കലാണെങ്കിൽ നാളെ കഴിഞ്ഞ് നമ്മൾ കീഴക്കലായിരിക്കും. പോയില്ലേ? പിന്നെ ഈ മൊബൈൽ അങ്ങോട്ട് ഓഫാക്കി വെച്ചേക്കണേ. മൊബൈലൊന്നും ഇല്ലെങ്കിലും ഞാനും നാട്ടിൽ, പക്ഷെ എന്തോ ചെയ്യാനാ, പറ്റെഴുതി ബുക്ക് തീർന്നല്ലാതെ ഫലവും ഇല്ല. ആ ബുക്കെല്ലാം കൂടെ തൂക്കി വെച്ച ഇവിടെ 2 പാല് മേടിച്ചത്. അത് നീ ഞമ്മക്കൊട്ടൊന്ന് താങ്ങിയതാണല്ലോടാ. അല്ല, ഞാൻ പൊതുവായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പൊതുവായിട്ടൊന്ന് കേട്ടു. എന്റെ പൊന്നുമല്ല, പച്ചകാശ് തന്നില്ലേലും സാരമില്ല. ഈ ഏരിയയിലോട്ടൊന്നും വരാതിരിക്കാവാ. തള്ളയും പിള്ളേരായിട്ട് കുറച്ചാൾ ജീവിക്കണമെന്നുണ്ട്. സംഭവം ബ്രോക്കർ പണിയാണ്. ഫീസ് ഇച്ചിരി കൂടുതൽ, എന്നാലും 10 പേർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നവരാണല്ലോ നമ്മൾ. ഒരിക്കലും നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയരുതായിരുന്നു. ഇനി നിമിഷം നമ്മളിവിടെ നിൽക്കൂല, നമ്മളിവിടെ നിന്ന് ഇറങ്ങാനാണ്. അപ്പൊ ചൂണ, ഇന്നത്തെ പറ്റ അവിടെ നിൽക്കട്ടെ, പഴയ പറ്റാൻ പിന്നെ തരാം. മാറിയിരിക്കടാ. ചുഗണന് ഒരു ചായക്കട ഉണ്ണിയപ്പോ നെയ്യപ്പോ എന്ന് പറഞ്ഞ് വിറ്റോണ്ട് നടക്കണം.